തിരുവനന്തപുരം ജവഹർ നഗറിലെ കോടികളുടെ വീട് തട്ടിപ്പിലെ മുഖ്യപ്രതിയും കോൺഗ്രസ് നേതാവുമായ അനന്തപുരി മണികണ്ഠന്റെ മൊഴി പുറത്ത്. വ്യാജ ഇടപാടിലൂടെ വസ്തു കൈക്കലാക്കിയ ചന്ദ്രസേനന്റെ മരുമകന് വേണ്ടിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ. വ്യാജ പ്രമാണം നിർമ്മിച്ചതിൽ കുറ്റസമ്മതം നടത്തിയ മണികണ്ഠൻ ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിശദമായ തെളിവെടുപ്പിനായി മ്യൂസിയം പോലീസ് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ജവഹർ നഗറിലെ 1.5 കോടിയുടെ വീട് തട്ടിപ്പിൽ ബംഗളൂരുവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. വ്യാജ പ്രമാണം ഉപയോഗിച്ച് വസ്തു കൈക്കലാക്കിയ ചന്ദ്രസേനന്റെ മരുമകൻ അനിൽ തമ്പിക്ക് വേണ്ടിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നാണ് മണികണ്ഠന്റെ മൊഴി. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറ അസറിയ ക്ലിപ്സിന്റെ ജവഹർ നഗറിലെ ആഡംബര വസ്തു തട്ടിയെടുക്കാൻ 2014 മുതൽ അനിൽ തമ്പി ശ്രമം തുടങ്ങിയതായാണ് മൊഴി. വ്യാജരേഖകൾ നിർമ്മിച്ച് വസ്തു തട്ടിയെടുക്കുന്നതിനായി 1,10,00,000 രൂപ അനിൽ തമ്പി അനന്തപുരി മണികണ്ഠന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകളും പോലീസ് വീണ്ടെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത മണികണ്ഠനെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനിടെ വസ്തുവിന്റെ യഥാർത്ഥ അവകാശിയായ ഡോറയോട് രൂപസാദൃശ്യമുള്ള വസന്തയെ മണികണ്ഠന് പരിചയപ്പെടുത്തി നൽകിയ കല്ലയം സ്വദേശി സുനിൽ ബാബുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ധനനിശ്ചയ പ്രമാണത്തിൽ കള്ളസാക്ഷിയായി ഒപ്പിട്ടതും സുനിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വ്യാജ പ്രമാണം തയ്യാറാക്കി വിൽപ്പന നടത്തുന്നതിന് സഹായം ചെയ്തു നൽകിയ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.